എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകണമെന്നുമില്ല. എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണമെന്നൊന്നുമില്ല. എല്ലാവരും നിങ്ങളെ വാല്യൂ ചെയ്യണമെന്നുമില്ല. ആദ്യത്തെ കാര്യം, ഉടൻ തന്നെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചിട്ട് പിന്നാലെ നടക്കരുത്. ഒരാൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇഗ്നോർ ചെയ്യുന്ന ആളുടെ പിന്നാലെ പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടിരിക്കണം. കാരണം അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പീസ് അറിയാതെ നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. ഈ സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടാതെ ഇനി എന്ത് ചെയ്യണമെന്ന് ഈ 5 കാര്യങ്ങളിലൂടെ നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം, ഉടൻ തന്നെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചിട്ട് പിന്നാലെ നടക്കരുത്. ഒരാൾ നിങ്ങളോട് എന്നും സംസാരിച്ചിരുന്ന ആളാണ്. പെട്ടെന്ന് അവരുടെ സംസാരത്തിന്റെ ഒരു രീതി മാറ്റം അല്ലെങ്കിൽ സംസാരത്തിന്റെ സമയം കുറവ്, മുമ്പ് നമ്മളോട് ചോദിച്ചിരുന്ന കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, നമ്മൾ അങ്ങോട്ട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രം ഇങ്ങോട്ടൊരു റിപ്ലൈ. അപ്പൊ നമ്മളെ മനസ്സിലൊരു ചിന്ത തുടങ്ങും, ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ, എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പോ എന്നോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്. പിന്നെ അവരുടെ ഓരോ സംസാരവും നമ്മൾ അനലൈസ് ചെയ്യാൻ തുടങ്ങും അല്ലേ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വ്യക്തിയുടെ ബിഹേവിയർ മാറിയതിന്റെ കാരണം കണ്ടെത്തുക എന്ന ഉത്തരവാദിത്തം നിങ്ങളുടേതല്ല. ഒരു തവണയൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് കാരണമെന്ന്, പക്ഷെ വീണ്ടും വീണ്ടും എക്സ്പ്ലനേഷൻ ചോദിച്ച് പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എക്സ്പ്ലനേഷന് വേണ്ടി പിന്നാലെ നടക്കുമ്പോൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ആണ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, അവരുടെ അറ്റൻഷൻ നേടാൻ നിങ്ങളെ തന്നെ മാറ്റരുത്. ഇതാണ് പലരും അറിയാതെ ചെയ്യുന്ന ഒരു തെറ്റ്. ഒരു സുഹൃത്ത് നിങ്ങളോട് ചെറിയൊരു അകലം പാലിക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ എന്താ ചിന്തിക്കാം, ഞാൻ കുറച്ചും കൂടി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറിയ ചിലപ്പം അവർക്ക് പിന്നെ നമ്മളടുത്ത് ഒരു ഇഷ്ടവും അടുപ്പം കൂടുതലും ഉണ്ടാവും, അതുകൊണ്ട് അവര് പഴയ പോലെ ആവില്ലേ വീണ്ടും നമ്മളടുത്ത്. അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കും. അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാണ്ടിരിക്കും. സ്വന്തം ഇഷ്ടങ്ങൾ പോലും നമ്മൾ അവർക്ക് വേണ്ടി മാറ്റി വെക്കും. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മളെ തന്നെ പതിയെ മാറ്റാൻ തുടങ്ങും. ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടാവും അവർ പഴയ പോലെ നമ്മളെ വാല്യൂ ചെയ്യും എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, എങ്കിൽ നിങ്ങളെ വാല്യൂ ചെയ്യാൻ വേണ്ടി നിങ്ങളല്ലാതെ മറ്റൊരാളായി മാറേണ്ടി വരുന്നുണ്ട് എങ്കിൽ ആ ബന്ധത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം ഉണ്ടാവില്ല. ആളുടെ അറ്റൻഷൻ നേടാൻ വേണ്ടി നിങ്ങളെ മാറ്റുന്നതിനേക്കാൾ എത്രയോ നല്ലത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തിരഞ്ഞെടുക്കുന്ന ആളുകളെ കൂടെ നിർത്തുക എന്നത് മാത്രമാണ്. തേർഡ് പോയിന്റ്, ഇൻഡയറക്റ്റ് ആയി സംസാരിക്കുന്നത് നിർത്തുക. ഒരാൾ നിങ്ങളോട് മോശമായിട്ട് പെരുമാറി, അതല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി, അവരോട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് വരെ നമ്മൾ എന്താ ചെയ്യുക, വേഗം ഓടിപ്പോയി വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ ഒരു കോട്ട് അങ്ങോട്ട് ഷെയർ ചെയ്യും. അല്ലെങ്കിലോ എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ ഒരു പൊതുവായ ഒരു കമന്റ് അങ്ങോട്ട് പറഞ്ഞിട്ട് പോകും. പിന്നെ ഉള്ളിലൊരു പ്രതീക്ഷയാണ് അവരിത് മനസ്സിലാക്കിയിട്ടുണ്ടാവൂ, അതല്ലെങ്കിൽ മെസ്സേജ് സ്റ്റാറ്റസ് അവർ കണ്ടിട്ടുണ്ടാവൂ, അവർക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്ന് ആലോചിച്ചിരിക്കുകയും ചെയ്യും. പക്ഷെ ഇതിലൂടെ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ അവരോട് സംസാരിക്കാതെ തന്നെ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ചും നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ചും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി പറയാനുള്ളത് നേരിട്ട് പറയാം, പറയേണ്ടതില്ലെങ്കിൽ അതിനെ ശാന്തമായിട്ട് വിട്ടു കളയുക. നിങ്ങളുടെ ഫീലിങ്സ് ഒരിക്കലും മറ്റൊരാളുടെ അറ്റൻഷൻ ആശ്രയിച്ചിരിക്കേണ്ടതില്ല. ഫോർത്ത് പോയിന്റ്, അവർ തിരിച്ചു വന്ന ഉടൻ എല്ലാം പഴയ പോലെ ആക്കരുത്. ദിവസങ്ങളായി നിങ്ങളോട് ഇങ്ങനെ അടുപ്പം കാണിക്കാത്ത ഒരാൾ പെട്ടെന്ന് വന്നിട്ട് നമ്മളോട് വീണ്ടും ഒരു അടുപ്പം കാണിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, വീണ്ടും പഴയ പോലെ ആവും. പഴയ അടുപ്പവും പഴയ സൗഹൃദമൊക്കെ നമ്മൾ വീണ്ടും തുടങ്ങും. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. വ്യക്തിയുടെ ബിഹേവിയർ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പഴയ പോലെ നിങ്ങളോട് അറ്റാച്ച്മെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കിയിട്ടാണോ അവർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം അടുത്ത് വരുന്നവരാണോ അവര്. ഫോർഗീവ് ചെയ്യാം, സെക്കൻഡ് ചാൻസും കൊടുക്കാം, പക്ഷെ അതിനൊക്കെ ബൗണ്ടറീസ് വേണം. ഒരാളുടെ തിരിച്ചുവരവൊന്നല്ല പ്രധാനം, ആ തിരിച്ചു വന്നതിന് ശേഷം അവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരുടെ ബിഹേവിയർ ഒരിക്കലും നിങ്ങളുടെ മൂഡ് നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളൊരു ഏറ്റവും അടുത്ത സുഹൃത്ത്, അതല്ലെങ്കിൽ നമ്മളുടെ ഹസ്ബൻഡോ വൈഫോ ആരോ ആട്ടെ, അവർ നമ്മളോട് രാവിലെ നന്നായിട്ട് സംസാരിച്ചു, അപ്പോഴാണ് നമുക്ക് നല്ലൊരു മൂഡ്, അപ്പം നല്ല ഓക്കെ, എല്ലാം നല്ല രീതിയിൽ പോകുന്നു. പക്ഷേ കുറച്ചു നേരം കഴിയുമ്പോൾ അവർ നമ്മളോട് ദേഷ്യപ്പെടുമ്പോഴോ അതല്ലെങ്കിൽ ഒരു അകലം കാണിക്കുമ്പോഴോ അപ്പം നമ്മൾ ഭയങ്കര സാഡാവും. അവർ സന്തോഷത്തോടെ സംസാരിച്ചാൽ നിങ്ങൾ ഹാപ്പി, അവരൊന്ന് അപ്സെറ്റ് ആയാൽ നമ്മളുടെ മൂഡ് ഓഫ് ആവും. അവർ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് ഡൗട്ട്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിന്റെ കൺട്രോൾ നിങ്ങൾ ആരോഗ്യമോ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതെന്തായാലും തിരിച്ചെടുക്കണം. ഒരാൾ നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിലും നിങ്ങളോട് സ്നേഹം കാണിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ ദിവസം മുന്നോട്ട് പോകണം. ഒരാളും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം. ആളും നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിലും നിങ്ങളെ തിരഞ്ഞെടുക്കണം. കാരണം ആളുകളുടെ മൂഡ് മാറാം, അവരുടെ പ്രയോറിറ്റീസ് മാറാം, പല കാര്യങ്ങളും സംഭവിക്കാം. പക്ഷെ നമ്മളുടെ ജീവിതം അത് നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ.
അതിനാൽ അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ ചാടി കയറി പ്രതികരിക്കാനൊന്നും പോണ്ട. വീണ്ടും വീണ്ടും എക്സ്പ്ലനേഷനും ചോദിക്കണ്ട. സ്വയം കുറ്റപ്പെടുത്താൻ വേണ്ട. അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റണ്ട. പകരം ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഈ അറ്റൻഷൻ നേടാൻ ഞാൻ എന്തിനാണ് എൻ്റെ പീസ് നഷ്ടപ്പെടുത്തുന്നത്? എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണമെന്നൊന്നുമില്ല, എല്ലാവരും നിങ്ങളെ വാല്യൂ ചെയ്യണമെന്നില്ല, എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകണമെന്നുമില്ല. ചില ആളുകളാണ് തോന്നുന്നത് നിങ്ങളുടെ ജീവിതം മോശമാകുന്നതിന്റെ അടയാളമൊന്നുമല്ല. ചിലപ്പോഴൊക്കെ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൂടുതൽ സ്പേസ് ലഭിക്കുന്നതിന്റെ ഒരു അടയാളമായിരിക്കാം. അതുകൊണ്ട് ഒരാൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യുമ്പോൾ അവരുടെ പിന്നാലെ ഓടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക്, നിങ്ങളുടെ സന്തോഷങ്ങളിലേക്ക്. അവസാനം നിങ്ങൾ ആരാണ് ശ്രദ്ധിക്കുന്നത് എന്നതിലല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ വാല്യൂ. നിങ്ങൾ നിങ്ങളെ എത്രമാത്രം വാല്യൂ ചെയ്യുന്നു എന്നതിൽ മാത്രമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ദ ബെറ്റർ യു മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പുതിയ പതിപ്പിലേക്കുള്ള യാത്ര നമുക്ക് ഒരുമിച്ച് പോകാം.